ബാഴ്സലോണയെ രക്ഷിക്കാൻ ആര് വരും എന്നുള്ള ചോദ്യത്തിനും കാത്തിരിപ്പിനും ഒക്കെ ഉള്ള സമയം അവസാനിച്ചു കഴിഞ്ഞു. ജർമ്മൻ മെന്റാലിറ്റിയുമായിട്ട് ഹിറ്റ്ലറുടെ പിൻഗാമിയായിട്ടുള്ള ഫ്ലിക്ക് വന്നിരിക്കുന്നത് ബാഴ്സലോണയെ അവരുടെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൈപിടിച്ച് കൊണ്ടുപോകാനാണ്. ഒരു പുതിയ മനോഭാവമായിട്ട് തന്നെയാണ് ഈ ജർമ്മൻ പരിശീലകൻ ബാഴ്സലോണയുടെ കളിക്കളങ്ങൾ അടക്കി ഭരിക്കാൻ പോകുന്നത്. സാന്റിയാഗോ ബെർണബ്യൂവിലേക്ക് ബാഴ്സലോണ കടന്നു ചെല്ലുമ്പോൾ ഇന്ന് ബാഴ്സലോണയെ റയൽ മാഡ്രിഡ് പിടിച്ച് വസ്ത്രാക്ഷേപം ചെയ്യുമെന്ന് വിശ്വസിച്ചവരായിരുന്നു ഫുട്ബോൾ ആരാധകരിൽ ഭൂരിഭാഗവും. ബയൺ മ്യൂണിക്കിനെ വലിച്ചു കീറി ഒട്ടിച്ചതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ റയൽ മാഡ്രിഡിനെയും എൽ ക്ലാസിക്കോയിൽ അവരുടെ തറവാട്ടിലേക്ക് കയറി മയ്യത്ത് മഞ്ചം എടുപ്പിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും ബാഴ്സലോണയുടെ പോലും കടുത്ത ആരാധകർ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് എതിരില്ലാത്ത 4 ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണ റയൽ മാഡ്രിഡിന്റെ ശവമടക്ക് നടത്തിയത്. ഇതൊരു ഡിസ്ട്രക്ഷൻ മാത്രമായിരുന്നു. റോബർട്ട് ലെവൻഡോവ്സ്കിയുടെ 2 ഷോട്ടുകൾ കൃത്യമായ ഉന്നത്തിൽ പോയിരുന്നെങ്കിൽ ആ ഡിസ്ട്രക്ഷൻ ഒരു ഹ്യൂമിലിയേഷനായി മാറാനും സാധ്യതയുണ്ടായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ റയൽ മാഡ്രിഡ് ആധിപത്യം പ്രകടിപ്പിച്ചു എന്ന് തോന്നിയെങ്കിൽ പോലും പിന്നെ കാര്യങ്ങൾ പതുക്കെ ബാഴ്സലോണ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തുടക്കത്തിൽ റയൽ മാഡ്രിഡ് അത്യാവശ്യം അറ്റാക്ക് ചെയ്തിരുന്നു. പിന്നെ രണ്ടാം പകുതിയിലേക്ക് ചെന്നപ്പം റിയൽ മാഡ്രിഡിന് നേരെ ബാഴ്സലോണയുടെ പരിശീലകനായിട്ടുള്ള ഫ്ലിക്ക് തന്റെ ആവനാഴിയിൽ ഒളിപ്പിച്ചു വെച്ച വജ്രായുധങ്ങൾ ഓരോന്നായിട്ടെടുത്ത് കളത്തിലേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കുറെ തവണ നമ്മുടെ എംബുമോൻ ഓഫ് സൈഡ് കെണിയിൽ അകപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ബാഴ്സലോണയുടെ ഇത്രയും തൊലിഞ്ഞ പ്രതിരോധത്തിനെ വെച്ചുകൊണ്ട് ഓഫ് സൈഡ് ട്രാപ്പ് എന്ന തന്ത്രം ഒരുക്കി കയ്യിലുള്ള റിസോഴ്സിനെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ഈ ഒരു പരിശീലകന് കഴിയുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഇൻസെയിൻ. ഈ മനുഷ്യന് പലതും ബാഴ്സലോണയിൽ ചെയ്യാൻ കഴിയും. റോബർട്ട് ലെവൻഡോവ്സ്കി 2 ഗോളുകൾ നേടി. പിന്നെ യങ് സെൻസേഷൻ യാമൽ ഒരു കിടിലൻ ഗോൾ നേടി. ആ ഒരു ഗോളിന്റെ സൗന്ദര്യത്തിനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നീട് റഫിഞ്ഞയുടെ ഒരു കിടിലൻ ഫ്ലിക്ക് ഗോളും കൂടെ ആയപ്പം പട്ടിക സമ്പൂർണ്ണം. ഏതായാലും ഇത് ബാഴ്സലോണയുടെ തിരിച്ചുവരവിന്റെ കാലമാണ്.